നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും സ്നാനമേറ്റ് അവരോട് ചേർന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 41-ാം വാക്യം ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും, അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. വേദപുസ്തകം പരിശോധിച്ചാൽ വേർപിരിയാത്ത പല കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. യേശുക്രിസ്തുവിൻ്റെ ആദ്യ പ്രസംഗത്തിലുള്ളത് മാനസാന്തരപ്പെട്ട് വിശ്വസിപ്പീൻ എന്നായിരുന്നു. അതുപോലെ അപ്പോസ്തലന്മാർ പറഞ്ഞു, ഞങ്ങൾ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും. അപ്പോൾ ഇതൊക്കെ ഇഴപിരിയാത്ത, ഇഴുകിച്ചേർന്നിരിക്കുന്ന ഒരു പക്ഷിയുടെ 2 തൂവലുകൾ പോലുള്ള കാര്യങ്ങളാണ്. സ്നാനമേറ്റു അവരോട് ചേർന്നു. പഴയ നിയമത്തിൽ സ്നാനത്തിന് 2 നിഴലുകൾ ഉള്ളതായിട്ട് പുതിയ നിയമത്തിൽ എഴുതിയിട്ടുണ്ട്. പത്രോസിന്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ നോഹയും കുടുംബവും പെട്ടകത്തിലൂടെ യാത്ര ചെയ്ത് അവർ അറാറാത്തിൽ ഇറങ്ങി ദൈവത്തെ ആരാധിച്ചത് സ്നാനത്തിന്, അല്ലെങ്കിൽ വിശ്വാസത്തിനും സ്നാനത്തിനും ഒക്കെ നിഴലാണ് എന്നാണ് എഴുതിയിട്ടുള്ളത്. ആ പെട്ടകത്തിൽ അല്പജനമെന്ന് വെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടെ രക്ഷഭാവിച്ചു. അത് സ്നാനത്തിനൊരു മുൻകുറി എന്നാണ് അവിടെ എഴുതിയിട്ടുള്ളത്. ഏകവാതിലാകുന്ന പെട്ടകത്തിൽ കയറുക എന്നുള്ളത് ഞാൻ തന്നെ വഴി എന്ന് അവകാശപ്പെട്ട യേശുവിലാകുക, യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുക എന്നുള്ളതാണ്. യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചവർ സ്നാനപ്പെടണം. പെട്ടകത്തിൽ കയറിയ ആളുകൾ ജലപ്രളയത്തിലൂടെ കിടക്കുകയാണ്. 3-ാമതായിട്ട് അവർ അറാറാത്തിൽ ഇറങ്ങി ആരാധിക്കുകയാണ്. അപ്പോൾ മാനസാന്തരപ്പെട്ട യേശുവിനെ കൈക്കൊള്ളുക, സ്നാനമാകുന്ന ജലപ്രളയത്തിലൂടെ കിടക്കുക, അറാറാത്തിലിറങ്ങിയ ദൈവത്തെ ആരാധിക്കുക. 2-ാമത്തെ നിഴല് ഇസ്രായേൽ മക്കൾ ചെങ്കടൽ കടന്നതാണ്. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ എഴുതിയിട്ടുള്ള സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാം മേഘത്തിന് കീഴിലായിരുന്നു. എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. അപ്പോൾ ചെങ്കടലിൽ സ്നാനത്തിന് ഇസ്രായേൽ മക്കൾ ചെങ്കടൽ കടന്നത് വിശ്വാസ സ്നാനത്തിന് നിഴലാണ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ പെസഹ കുഞ്ഞാടിൻ്റെ രക്തത്താൽ സംഹാരദൂതനിൽ നിന്ന് വിടുതൽ പ്രാപിച്ച അവർക്ക് ഫറവോനിൽ നിന്നും സ്വാതന്ത്ര്യമുണ്ടായി, വിടുതൽ പ്രഖ്യാപനമുണ്ടായി. അവർ പോയത് ചെങ്കടൽ തീരത്തേക്കാണ്. ചെങ്കടൽ 2-ആയി പിളർന്നു. ഉണങ്ങിയ നിലത്തൂടെ അവരിക്കരെ കടന്നു. അത് സ്നാനത്തിന് നിഴലാണെന്നാണ് പൗലോസ് അപ്പോസ്തലൻ എഴുതിയിട്ടുള്ളത്. നോഹയുടെ പെട്ടകത്തിൻ്റെ കാര്യം പത്രോസാണ് എഴുതിയത്. എന്നാൽ മോശയുടെ കാര്യം, അല്ലെങ്കിൽ ചെങ്കടൽ കടന്ന കാര്യം പൗലോസാണ് എഴുതിയത്. അപ്പോൾ പെസഹ കുഞ്ഞാടിന്റെ രക്തത്താൽ വിടുതൽ പ്രാപിച്ച് ചെങ്കടലാകുന്ന സ്നാനം കടന്ന ആളുകൾ മരുഭൂമിയിലെത്തി ആരാധിക്കുകയാണ്. അപ്പോൾ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് സ്നാനപ്പെട്ട് കഴിഞ്ഞാണ് ആരാധിക്കേണ്ടത്. ഫറവോൻ പറഞ്ഞു, ഇവിടെ ആരാധിച്ചു? ഇല്ല, അവിടെയല്ല ആരാധിക്കേണ്ടത്. അവിടെ നിന്ന് വിടുതൽ പ്രാപിച്ച് ചെങ്കടലും കടന്ന്, അതായത് സ്നാനവും കടന്നിട്ട് വേണം ആരാധിക്കാൻ. ഇവിടെ നമ്മൾ വായിച്ചത് സ്നാനപ്പെട്ട് അവരോട് ചേർന്നുവെന്നാണ്. ഇതൊരു പാക്കേജാണ്. സ്നാനവും സഭയോട് ചേരുക എന്നുള്ളതും ഒരുമിച്ച് വരുന്നതാണ്. നിർഭാഗ്യവശാൽ ചില വിരുദ്ധന്മാർ അവര് വേദപുസ്തകം വായിച്ചതിൻ്റെയും കേട്ടതിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ സ്നാനം വളരെ ശരിയാണ്, യേശു സ്നാനപ്പെട്ടതാണല്ലോ, അപ്പോസ്തലന്മാർ സ്നാനപ്പെട്ടു, അവർ സ്നാനപ്പെടണമെന്ന് കൽപ്പിച്ചു, 3000 പേർ സ്നാനപ്പെട്ടു, ഷണ്ണൻ സ്നാനപ്പെട്ടു, പൗലോസ് സ്നാനപ്പെട്ടു, കൊർന്നല്യോസ് സ്നാനപ്പെട്ടു, കാരാഗപ്പമാണി സ്നാനപ്പെട്ടു, ലുദിയ സ്നാനപ്പെട്ടു. വേദപുസ്തകത്തിൽ ധാരാളം സ്നാനപ്പെട്ട കാര്യമുണ്ട്. അതൊക്കെ വെള്ളത്തിൽ മുക്കിയുള്ള സ്നാനമാണ്. യോഹന്നാൻ ശാപകൻ യേശുവിനെ സ്നാനപ്പെടുത്തിയ പോലെ. അപ്പോൾ ചില ആളുകൾ രഹസ്യമായിട്ട് ദേവദാസന്മാരെ സമീപിച്ച് പറയും, എനിക്ക് സ്നാനം തരണം, സ്നാനം എടുക്കുക എന്നൊക്കെ അവർ പറഞ്ഞു. ഇംഗ്ലീഷിൽ
ടേക്ക് ബാപ്റ്റിസം എന്ന് കാണുന്നത് പോലെ അതിൻ്റെ പച്ച മലയാള തർജ്ജമ സ്നാനം എടുക്കുകയാണെന്നാണ്. എനിക്ക് സ്നാനം എടുക്കണം, സ്നാനം എടുക്കുകയല്ല. അതായത് സ്നാനം എന്ന് പറഞ്ഞ ഒരു അടക്കമാണ്. അത് വാസ്തവത്തിൽ മരിക്കുന്ന ആളുടെ ഒരു ജോലിയല്ലല്ലോ അടക്കം എന്നുള്ളത്. അത് ബന്ധുക്കളും മതക്കാരും ഒക്കെ കൂടെയല്ലേ അത് ചെയ്യുന്നത്. അതുപോലെ സ്നാനപ്പെടുന്ന ആളിൻ്റെ ഒരു പ്രവൃത്തിയല്ല. സാക്ഷ്യം പറയുന്നതോടുകൂടെ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി കഴിഞ്ഞു. സഭയാണ് സ്നാനപ്പെടുത്തേണ്ടത്. സ്നാനപ്പെടുത്തണമോ വേണ്ടയോ എന്നുള്ളത് സഭ തീരുമാനിക്കും. അതിനുള്ള അധികാര സഭയ്ക്കുണ്ട്. അവരാണ് അതിൻ്റെ തീയതിയും അതിൻ്റെ സ്ഥലവും അല്ലെങ്കിൽ ആരാ സ്നാനപ്പെടുത്തുന്നത് എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത് അവരാണ്. ഇതടക്കമാണെന്നേ. മരിച്ച ആളല്ലല്ലോ അടക്കത്തിൻ്റെ സമയവും അല്ലെങ്കിൽ സ്ഥലവും അതിൻ്റെ ശുശ്രൂഷയുടെ ആളുകളും അതിൻ്റെ പാട്ടും അതൊക്കെ തീരുമാനിക്കുന്നത് മരിച്ചയാളല്ലോ. മരിച്ചയാൾ പോയി, ജീവിച്ചിരിക്കുന്നവരാണ് അതൊക്കെ ചെയ്യുന്നത്. ചില ആളുകൾ രഹസ്യമായിട്ട് ചില ദൈവദാസന്മാരെയൊക്കെ സമീപിച്ചിട്ട് പറയും എനിക്ക് സ്നാനം എടുക്കണം. അപ്പോൾ ചില ദൈവദാസന്മാർ അതിന് തയ്യാറാണ്. ബ്രദറെ ഞാൻ സ്നാനം തരാം, ഞാൻ സ്നാനപ്പെടുത്താം. അപ്പോൾ അവർക്ക് ഇത്ര 1000 പേരെ സ്നാനപ്പെടുത്തി എന്നൊരു ക്രെഡിറ്റ് കിട്ടാൻ വേണ്ടി അവർ അങ്ങ് കുട്ടിക്കാനത്തൊക്കെ കൊണ്ടുപോയി ഒക്കെ സ്നാനപ്പെടുത്തും. വേറെ ചില ബിരുദന്മാരുണ്ട്. അവർ യേശു സ്നാനപ്പെട്ട യോർദാൻ നദിയിൽ അവർ ഈ വിശുദ്ധ നാട് യാത്രയൊക്കെ നടത്തും. ഹജ്ജിന് ആളുകളൊക്കെ പോകുന്ന പോലെ ഇവർ വിശുദ്ധ നാട്ടിലേക്ക് പോയാൽ ഏതോ വലിയ പുണ്യം കിട്ടും എന്നുള്ള ഒരു ചിന്തയാണ് അവർക്കുള്ളത്. കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാരെന്നാണ് യേശു പറഞ്ഞത്. പക്ഷെ കണ്ട് വിശ്വസിക്കാൻ അവർ പോവുകയാണ്. ഓക്കെ, അവിടെ ചെന്നിട്ട് ആളുകൾ പറയും ഇത് യേശു സ്നാനപ്പെട്ട കടവാണ്. ഉടനെ അവർ പറയും എന്നെക്കൂടെ സ്നാനപ്പെടുത്തണം. അപ്പം ഏതെങ്കിലും സർക്കാരൊക്കെ അവിടെ സ്നാനപ്പെടുത്തുന്നുണ്ടായിരിക്കും. അവരുടെ അടുക്ക് ചെന്നിട്ട് എന്നെക്കൂടെ സ്നാനപ്പെടുത്തണം. അയാൾ ഇറങ്ങി വരാൻ പറയും, സ്നാനപ്പെടുത്തും. പ്രിയപ്പെട്ടവരെ, അവൻ്റെ സ്വഭാവം അന്നൂടെ തീരുക. വേറെ ഒരു സഭയിൽ പോവുകയോ അല്ലെങ്കിൽ വചനം പഠിക്കുകയോ അല്ലെങ്കിൽ കൂട്ടായ്മ ആചരിക്കുകയോ അത് 4 പേരോട് പറയുകയോ ഞാൻ സ്നാനപ്പെട്ടതാണ് എന്ന് പറയുകയോ ചെയ്യത്തില്ല. അത് രഹസ്യമായി വെച്ചിരിക്കും. പ്രിയപ്പെട്ടവരെ, അതൊന്നും ശരിയല്ല. സ്നാനപ്പെട്ട് അവരോട് ചേർന്നു. നോഹ പറഞ്ഞു വിശ്വാസമുള്ള ആളുകൾ പട്ടണത്തിൽ കയറണം. നോഹയുടെ ഭാര്യയും 3 മക്കളും മക്കളുടെ ഭാര്യമാരുമാണ് വിശ്വസിച്ചത്. അവര് ഇനി എന്താണ് ചെയ്യേണ്ടത്? പെട്ടകം വെള്ളത്തിൽ ഒഴുകും. പെട്ടകം എവിടെങ്കിലും ചെന്ന് ഉറയ്ക്കും, വെള്ളം ഇറങ്ങും. അപ്പോൾ നോഹയോടൊപ്പം അവരെ ഇറങ്ങി എന്ത് ചെയ്യണം? ആ പുതിയ ഭൂമിയിൽ ഒന്നാമത് ആരാധിക്കണം, രണ്ടാമത് വീടൊക്കെ ഇവിടെ നല്ല വീട് ഇവർക്കുണ്ടായിരുന്നത് ആണല്ലോ. അവിടെ ചെന്നിട്ട് കമ്പും കഴയൊക്കെ വെട്ടിയെടുത്ത് പിന്നെ എന്ത് ചെയ്യണം? വീടുണ്ടാക്കണം. അതായത് പിന്നെ കുടിലുണ്ടാക്കണം, കൃഷി ചെയ്യണം, കന്നുകാലിയെ വളർത്തണം. പുതിയൊരു ജീവിതം അവർ നോഹയോട് ചേർന്നു. അതുപോലെ നമ്മൾ കുരുന്തിലേഖകൾ 1 കൊരിന്ത്യർ 10 വായിച്ചു. സ്നാനപ്പെട്ട ആളുകൾ, ചെങ്കടൽ കടന്ന ആളുകൾ മോശയോട് ചേർന്നു. മോശയ്ക്കാണ് ഇനി ദൈവം സീനായ് മല വെച്ച് കൽപ്പന കൊടുക്കാൻ പോകുന്നത്. അത് കേട്ട് അനുസരിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ മോശയോട് തിരിയുക. അതുപോലെ ഇവിടെ നാം വായിച്ചത് അന്ന് 3000 പേർ സ്നാനപ്പെട്ടു, അവരോട് ചേർന്നു. അപ്പോൾ സുവിശേഷം പറയുന്ന ആളുകളോട്, നമ്മെ ദൈവത്തിങ്കിലേക്ക് നയിച്ച ആളുകളോട് ചേർന്ന് കർത്താവിനെ ആരാധിക്കുവാനുള്ള, അമ്മയെ ജീവിതം നയിക്കാനുള്ള, അല്ലെങ്കിൽ പരസ്യ സാക്ഷ്യം വയ്ക്കാനുള്ള, ഒരു പരസ്യ നിലപാടെടുക്കാനുള്ള ധൈര്യം നമുക്കുണ്ടാകണം. അതാണ് ഈ വാക്യം നമ്മോട് പറയുന്നത്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വിലയേറെ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ.